ഹലോ, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് 12-ാം തീയതിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 13-ാം തീയതി അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് 6:30 ആകുമ്പോഴത്തേക്കും കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അമ്പലത്തിൽ പോകാൻ റെഡിയായി അമ്മയും ഞാനും കൂടെ കുന്നീശ്വരം ശിവക്ഷേത്രത്തിലേക്കാണ്. പതിവ് പോലെ മുത്തേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. മുത്തേട്ടനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. മുത്തേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. കുന്നീശ്വരം ശിവക്ഷേത്രം, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ക്ഷേത്രം. മുൻപ് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ക്ഷേത്രം. എന്തായാലും അവിടേക്കാണ് പോയത്. എൻ്റെ നക്ഷത്രമാണ്, ഉത്രട്ടാതി നക്ഷത്രമാണ്. അപ്പോൾ അവിടെ ഒരു വഴിപാട് ഉണ്ടായിരുന്നു. തൊഴിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ രാവിലത്തെ നേരമായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ കുളിർമയിലൊരു യാത്ര. ആഹാ. വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം കട തുറന്ന് നമ്മൾ വിളക്കൊക്കെ വെച്ചു. ഉണ്ണി ഗണപതിയോട് 2 വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. അമ്മ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇഡ്ഡലിയും നാളികേര ചട്നിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് റെഡിയാക്കി കൊടുക്കായിരുന്നു. പണി കുറച്ചുകൂടി ഫാസ്റ്റാക്കാൻ അമ്മയും കൂടി കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി. ഇഡ്ഡലിയും നാളികേര ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ട് 1 ഗ്ലാസ് പാലും വെള്ളവും. ഇവിടെ പാലും വെള്ളം എന്ന് പറയും. പാല് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ച് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ്. എല്ലാ ദിക്കിലും പാലും വെള്ളം എന്ന് പറയുമോ അതിനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കോമ്പിനേഷൻ ഉണ്ട്, ഇഡ്ഡലിയുടെ കൂടെ മിക്സ്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ എന്താ നോക്കുമ്പോൾ ഇത് കൂട്ടാനല്ല, ഉപ്പേരി വയ്ക്കാനാണ്. വഴുതനങ്ങ. അപ്പം അമ്മ പറഞ്ഞു ഇന്നലത്തെ കൂട്ടാൻ, മോര് ഒഴിച്ച് കൂട്ടാൻ ഒരു പാത്രത്തിൽ ബാക്കിയുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അത് മതി നമുക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ ഉപ്പേരി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വഴുതനങ്ങ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഈ വഴുതനങ്ങ നമ്മുടെ ജാനു എടുത്തിട്ട് അവിടുന്ന്, അതുപോലെ ബാബോട്ടൻ്റെ അമ്പികൊപ്പുള്ള വീട്ടിൽ നിന്ന് അവിടെ കണ്ട് ഒരു കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ തരാറുണ്ട് വഴുതനങ്ങയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, കയ്പ്പയ്ക്കയും. അപ്പോൾ ഇത് അവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് ആണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ മോരൊഴിച്ച് കൂട്ടാനും വഴുതനങ്ങ ഉപ്പേരിയാണ് ഉച്ചത്തേക്കുള്ള ലഞ്ച്. ഈ വഴുതനങ്ങ നമ്മൾ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം. ഇതിനൊരു കറ പോലെ, അമ്മ അതിനൊരു കട്ട് എന്നൊക്കെ പറയും കേട്ടോ. കട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു കറ പോലൊരു സംഭവമുണ്ട്.
അത് പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അതെടുത്ത് ആ വെള്ളത്തിൽ നിന്ന് അതെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. അങ്ങനെ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം രാവിലെ ഇഡ്ഡലി ആയിരുന്നല്ലോ, അപ്പോൾ ഇഡ്ഡലിയുടെ പാത്രം വെള്ളം ഒഴിച്ചിട്ടിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ഡ്യൂട്ടി. അപ്പോൾ ഞാനത് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഈ ഇഡ്ഡലി തട്ടിൽ ഒരു പിടി ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ, ആ പിടി ഇടയ്ക്കിടയ്ക്ക് സ്ക്രൂ ലൂസായിട്ട് കഴിഞ്ഞ് വീഴും. പിന്നെ അത് വീണ്ടും എടുത്ത് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് മുറുക്കി വെക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞു പോരും. അങ്ങനെ ഇഡ്ഡലി പാത്രമൊക്കെ നല്ലപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു രാവിലെ തന്നെ. ഇല്ലെങ്കിൽ പിന്നെ അത് വൈകുന്നേരം എല്ലാം കൂടെ ഒരുപാടാവും പാത്രങ്ങൾ. ഇടയ്ക്ക് അമ്മ ചെയ്യും, ഇടയ്ക്ക് ഞാൻ ചെയ്യും. ഞാൻ ഈ സിങ്കിൻ്റെ അടുത്ത് കൂടെയൊക്കെ വരുമ്പോൾ സിങ്കിൽ പാത്രം കിടക്കണ ഞാനത് കഴുകി വയ്ക്കും. അല്ലാത്തപ്പോൾ അമ്മ ചെയ്യും. അങ്ങനെ ഇന്ന ആൾക്ക് ഇന്ന ഡ്യൂട്ടി അങ്ങനെയൊന്നുമില്ല. കുക്കിംഗ് മെയിൻ ആയിട്ട് അമ്മ തന്നെ ചെയ്യാറ് കേട്ടോ. അമ്മയ്ക്ക് വയ്യെങ്കിൽ മാത്രമേ ഞാനത് കൈ കടത്താറുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ അമ്മ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ചായി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ലഞ്ചെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കാപ്പി കൂടി ഞാൻ എടുത്തില്ല. കാപ്പി കുടിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല. രാവിലത്തെ ഇഡ്ഡലി തന്നെയാണ് ഞാൻ അപ്പോഴും കഴിക്കുക. ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു, കാപ്പി കുടിച്ചു. പിന്നെ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ വൈകുന്നേരത്ത്. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് കൂടെ നടക്കും, ചെറിയൊരു കാറ്റുണ്ടാവും. ഇത് ഞാൻ നട്ടതാണേ. ഇതിനിവിടെ മാങ്ങാനാറി എന്നൊക്കെ പറയും. ഈ ചെണ്ടുമല്ലിയുടെ അതേ ഫാമിലിയിൽപ്പെട്ട ഒരു പൂവാണ്. ഇത് കണ്ടോ ഇത് ചെരിഞ്ഞു പോയി. ജാനുവടുത്തിയുടെ അടിക്കലിൽ അത് ചെരിഞ്ഞു പോയി. ജാനുവടുത്തിയത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ജാനുവടുത്തിയത് അടിച്ചു, അപ്പോൾ അത് ചെരിഞ്ഞു പോയി. ഇത് ജാനുവടുത്തിയുടെ വീട്ടിലത്തെ പശുവാണേ. ഈ പശുവിൻ്റെയൊക്കെ പാലാണ് ഞങ്ങളൊക്കെ കുടിക്കുന്നത്. പശുവമ്മ, ഗോമാതാവ്. രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ പശുവിനെയൊക്കെ കാണാറുണ്ട്. അത് നല്ലൊരു ശകുനമല്ലേ, നല്ലൊരു കാഴ്ചയല്ലേ. കണി പശുവിനെ കണി കാണുന്നത് നല്ലതല്ലേ. പശു കുഞ്ഞുണ്ണി കാത്ത് നിൽക്കുക കേട്ടോ. കുഞ്ഞുണ്ണി വന്നാലേ പശു പോകും. ദേ കുഞ്ഞുണ്ണി വന്നു. ഭയങ്കര ഗൗരവം കുഞ്ഞുണ്ണിക്ക്. പിന്നെ സന്ധ്യയായി, വിളക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ നമ്മൾ കട അടയ്ക്കും കേട്ടോ. 7 മണി വരെ കട തുറന്നു വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും വരാറൊന്നുമില്ല. അപ്പോൾ 7 മണിയായപ്പോൾ വിളക്കെല്ലാം താഴ്ത്തി വെച്ച് നമ്മൾ കട അടയ്ക്കാൻ പോവാണ്. കട അടച്ചു വന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഉച്ചത്തെ അതേ ഭക്ഷണം തന്നെയാണ് ഞാൻ രാത്രി കഴിക്കുക. ചോറും മോരും കൂട്ടാനും ഉപ്പേരിയും ഒക്കെ കൂട്ടി ഊണ് കഴിക്കുന്നതാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി കുടിക്കാനുള്ള വെള്ളം ഫ്ലാസ്കിലാക്കി, ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി വെക്കുകയാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ അവിടെ അച്ഛന് വെച്ചിരുന്ന ഫ്ലാസ്ക് അന്ന് പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തായിരുന്നില്ലേ, അത് പൊട്ടിയപ്പോൾ വേറൊരു ഫ്ലാസ്ക് എടുത്തു. ഇത് സെല്ലോൻ്റെ ഫ്ലാസ്കാണ്, പക്ഷേ ചൂട് നിൽക്കുന്നില്ല അധികം. പഴയ ഫ്ലാസ്കിൻ്റെ ഗുണമില്ല. ഇത് എൻ്റെ റൂമിൽ ഞാൻ കുടിക്കാൻ കൊണ്ടുപോയി വയ്ക്കുന്നതാണ്. ചെറിയ ഫ്ലാസ്കാണ്, 2 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. ഇത് മിൽട്ടൻ്റെ ഫ്ലാസ്കാണ്. ഇതിലും ചൂടൊന്നും അങ്ങനെ നിൽക്കൊന്നുമില്ല. എന്നാലും ഇതിലാണ് ഞാൻ വെള്ളം ആക്കി വയ്ക്കുക. മുമ്പത്തെ ഫ്ലാസ്കുകളുടെ ഗുണമൊന്നും ഇതിന് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ 2 ഫ്ലാസ്കിലും വെള്ളമാക്കി വയ്ക്കും. അതിൻ്റെ ഒരു റുട്ടീനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി എനിക്കൊരു ഗുളിക കഴിക്കാനുണ്ട്. അലർജിയുടെ ഗുളികയാണ്. ഇന്നും രാത്രി ഈ ഒരു ഗുളികയും കഴിക്കണം. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കഴിയും.
അടുക്കളയൊക്കെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയില്ലേ, പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ലൈറ്റ് കെടുത്തി ഞാൻ ഹാളിലേക്ക് പോവും. എന്നിട്ട് കടയിലെ കണക്ക് ഒന്ന് എഴുതി വെക്കുകയാണ്. രാത്രി അന്നന്ന് സെയിലായ സാധനങ്ങളൊക്കെ രാത്രി ഒന്ന് എഴുതി വയ്ക്കും. ആ പരിപാടിയൊക്കെ നടക്കും. കടയിലെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്ന് പലരും കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരും. എന്നാൽ വലിയ ഗംഭീരം കച്ചവടമൊന്നും പറയാനില്ല കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് എങ്ങനെ പോകണം. അപ്പോൾ ഒരു ദിവസത്തെ വർക്കുകൾ ഇത്രയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം TV മൊബൈലൊക്കെ ആയിട്ട് ഇരിക്കും. അച്ഛനും അത് ഓരോ ചാനലായിട്ട് മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. അച്ഛൻ ഇഷ്ടപ്പെട്ടൊരു സീരിയലുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് 10 മണിയുടെ ന്യൂസും കൂടെ കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ കിടക്കും. ഞാനും അതെ, 10 മണി ആയി കഴിഞ്ഞാൽ പിന്നെ കിടക്കും. അതുവരെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.